പൂർവ്വ വിദ്യാർത്ഥിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പാവറട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. പുതിയ പാഠ്യപദ്ധതിയിലെ 7ാം തരം വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ എ അയ്യപ്പനെക്കുറിച്ച് പഠിക്കുന്നത്. ലോകപ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവറട്ടി സ്വദേശിയുമായ ഡോക്ടർ എ അയ്യപ്പനെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. 7ാം തരം സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലാണ് ഉൾപ്പെടുത്തിയത്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ശീർഷകത്തിൽ 4ാം പാഠഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ എ അയ്യപ്പനെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ എ അയ്യപ്പൻ ഫൗണ്ടേഷൻ ചെയർമാൻ റാഫി നിലങ്കാവിൽ പറഞ്ഞു. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയിനിപ്പുള്ളി അയ്യപ്പൻ ജനിച്ചത്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്ററിക്കൽ സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ കെ എൻ ഗണേഷ് പാഠപുസ്തക സമിതി അഡ്വൈസറായിട്ടുള്ള കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ ശ്രമഫലം പാഠപുസ്തകത്തിൽ ഉടനീളം കാണാനാകും. ഏഷ്യയിലെ നരവംശ ശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷൻ, കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ, മദ്രാസ്, ആന്ധ്ര, ഒഡീഷ സർവകലാശാലകളിൽ പ്രൊഫസർ, മദ്രാസ് മ്യൂസിയം ക്യൂറേറ്റർ, ആർട്ട് ഗാലറി സൂപ്രണ്ട്, കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ അംഗം തുടങ്ങിയ ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഒട്ടേറെ കൃതികൾ രചിച്ച അദ്ദേഹത്തെ വിവിധ അംഗീകാരങ്ങളും തേടിയെത്തി. 1988 ജൂൺ 28-നാണ് ഡോക്ടർ എ അയ്യപ്പൻ വിട പറഞ്ഞത്. അദ്ദേഹം ഒത്തിരിയേറെ ഗവേഷണങ്ങൾ നടത്തി. അതും സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരെ, കുറിച്യരും അതുപോലെ തന്നെ ഗോത്രവർഗങ്ങളും നായാടികളും, അങ്ങനെ സമൂഹം ഏറ്റവും ഒന്നിനും കൊള്ളാത്തവരെന്ന് കരുതിയിരുന്ന സമൂഹം അവഗണിച്ചവരെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം സ്വന്തം ഗ്രാമത്തെ കുറിച്ച് പഠനം നടത്തി. കേരള പ്രണാമൻ ന്യൂസ്, തൃശൂർ.